ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമാലേഖനത്തിലൂടെയുള്ള നമ്മുടെ പഠനത്തിന്റെ 10ാം ഭാഗത്തിൽ നമ്മൾ വന്നെത്തി നിൽക്കുകയാണ്. റോമർ 5:12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. നമുക്ക് ആ വേദഭാഗം ആദ്യം വായിച്ചു കേൾക്കാം. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെ അല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏകമനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയോടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിനു തന്നെ. ആമേൻ. അതാണ് നമ്മുടെ ഇന്നത്തെ വേദഭാഗം. നമ്മൾ റോമാലേഖനത്തിന്റെ അടുത്തൊരു ഭാഗം ഇന്ന് കണ്ടു തീരുവാൻ പോവുകയാണ്. 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതൽ ആരംഭിച്ച നീതീകരണം എന്ന് പറയുന്ന വിഷയത്തിന്റെ ഉപസംഹാരം നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിൽ കാണുകയാണ്. അടുത്ത ആഴ്ച മുതൽ 6-ാം അധ്യായം മുതൽ ശുദ്ധീകരണം എന്ന് പറയുന്ന മറ്റൊരു വിഷയത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് രക്ഷയുടെ ഏറ്റവും കാതലായ നീതീകരണം എന്ന് പറയുന്ന ഉപദേശ സത്യത്തിന്റെ ഒരു ഉപസംഹാരമാണ്. ഇതുവരെ കണ്ട എല്ലാ സത്യങ്ങളുടെയും ഒരു ഉപസംഹാരം നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ്. ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങിയ പാപത്തിന്റെ ശിക്ഷാവിധി എന്ന് പറയുന്ന വിഷയവും 3-ാം അധ്യായം മുതൽ ആരംഭിച്ച നീതീകരണത്തിന്റെ വിഷയവും, ഇത് രണ്ടും ചേർത്ത് ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഉപസംഹരിക്കുന്നത്. അങ്ങനെ ഉപസംഹരിക്കുന്ന ഈ വേദഭാഗത്തിന് നിരവധി സവിശേഷതകളുണ്ട്. ഒരു 3-4 പ്രാവശ്യം ബൈബിൾ സ്റ്റഡി എടുക്കുവാൻ തക്ക കാതലായ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഓടിച്ച് എപ്പോഴും പറയുന്നത് പോലെ ഒരു മൊത്തചിത്രം മാത്രം കാണിച്ച് നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ആമുഖ ചിന്തകളിൽ സൂചിപ്പിച്ചിട്ട് ഞാൻ വേദഭാഗത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വേദഭാഗത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കാണുന്ന 12 മുതൽ 21 വരെയുള്ള വേദഭാഗത്തിന്റെ ഒരു പ്രത്യേകത, ഈ വേദഭാഗം 12-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. ആ മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം, 1-ാമത്തെ മനുഷ്യനായ ആദാമിനെ കുറിച്ചാണ്. അപ്പൊ 12-ാം വാക്യത്തിൽ ആദാമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അവസാനം 21-ാം വാക്യം കണ്ടോ, യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? അങ്ങനെ ആദാമിൽ തുടങ്ങി യേശുക്രിസ്തുവിൽ തീരുകയാണ്. മനുഷ്യ ചരിത്രം ഒന്നടങ്കം ഈ വേദഭാഗത്തിൽ ഉപസംഹരിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോസ്തലൻ. പാപത്തിന്റെ വിഷയവും അല്ലെങ്കിൽ ശിക്ഷാവിധിയുടെ വിഷയവും നീതീകരണത്തിന്റെ വിഷയവുമൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് ഈ വേദഭാഗത്തിൽ സംസാരിക്കുമ്പോൾ ഇതിനു കാരണക്കാരായ മനുഷ്യരെ കുറിച്ച് പറയാതെ അപ്പോസ്തലന് കടന്നു പോകാൻ കഴിയില്ല. സകല മനുഷ്യരും പാപികളും ശിക്ഷാവിധിക്ക് കീഴിലുമാകുവാൻ കാരണക്കാരനായ ആദാമും ഏത് മനുഷ്യനും നീതീകരണം പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാൻ കാരണക്കാരനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും പറയാതെ നമുക്കത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആദാമിനെയും ക്രിസ്തുവിനെയും താരതമ്യം ചെയ്യുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഈ ആദാമിന്റെയും ക്രിസ്തുവിന്റെയും പ്രത്യേകത നമ്മൾ നോക്കിയാൽ അറിയാം. അവർ 2 സൃഷ്ടികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെ? പഴയ സൃഷ്ടി, പാപത്തിൽ വീണുപോയ പഴയ സൃഷ്ടി ആദാമിൽ ആരംഭിക്കുന്നു. എന്നാൽ പുതു സൃഷ്ടി, വീണ്ടെടുപ്പിലൂടെ ദൈവം നേടിയെടുക്കുന്ന പുതു സൃഷ്ടി ക്രിസ്തുവിലൂടെയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു 2-ാമത്തെ മനുഷ്യനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവസാനത്തെ ആദാമാണെന്നും 2-ാമത്തെ മനുഷ്യനാണെന്നും ബൈബിൾ യേശുക്രിസ്തുവിനെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു താരതമ്യം നമ്മൾ കാണുകയാണ്. ഈ താരതമ്യം മാത്രമല്ല, ആദാമും ക്രിസ്തുവും തമ്മിലുള്ള താരതമ്യം മാത്രമല്ല,
6 ജോഡി താരതമ്യങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. വേഗത്തിൽ പറഞ്ഞു നീങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മളിവിടെ കണ്ടതുപോലെ ആദാമും ക്രിസ്തു, പ്രത്യേകിച്ച് 14 വാക്യത്തിൽ ആദാമിനെ വിളിച്ചിരിക്കുന്നത് വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. ആദാം ക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപമാണ്. അല്ലാതെ ക്രിസ്തു ആദാമിന്റെ പ്രതിരൂപം എന്നല്ല. ആദാം വരുവാനിരുന്ന ക്രിസ്തുവിന്റെ, പുതിയ സൃഷ്ടിയുടെ തലവന്റെ ഒരു പ്രതിരൂപമാണ്, ഒരു നിഴലാണ്, അല്ലെ, ഒരു ചിത്രമാണ്, ഒരു മാതൃകയിലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദാമിനെ വിളിച്ചിരിക്കുന്നത് വരുവാനുള്ളവന്റെ പ്രതിരൂപം, അല്ലെ, മനുഷ്യരാശിയുടെ തലവൻ എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള താരതമ്യം, അല്ലെ. അത് മാത്രമല്ല 19 വാക്യത്തിൽ നമ്മൾ അനുസരണക്കേടും അനുസരണവും താരതമ്യം ചെയ്തു പറഞ്ഞിരിക്കുന്ന ഒരു ജോഡിയാണ്. 21 വാക്യത്തിൽ പാപവും നീതിയും, അല്ലെ. 20 വാക്യത്തിൽ ന്യായപ്രമാണവും കൃപയും. 16 വാക്യത്തിൽ ശിക്ഷാവിധിയും നീതീകരണ വിധിയും, അല്ലെ. 21 വാക്യത്തിൽ വീണ്ടും മരണവും ജീവനും. അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന 6 ജോഡികൾ നമുക്ക് ഈ വേദഭാഗത്തിൽ ഒന്നടങ്കം കാണാം. ഓരോന്നും എടുത്ത് ഓരോ ബൈബിൾ സ്റ്റഡി നടത്താവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് നിരവധി വിഷയങ്ങൾ ഇവിടെ വേഗത്തിൽ ഉപസംഹരിച്ച് പറഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലേക്ക് പഠനം നമ്മൾ അതിന്റെ ഭാഗമായിരുന്നു. അത് ധ്യാനിച്ചവരായിരുന്നെങ്കിൽ ഈ പറഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് സത്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വരും. എന്ന് മാത്രമല്ല, ഈ വേദഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് വാഴുക, അല്ലെ. വാഴ്ന്നിരുന്നു, വാഴുക, വാഴും, അല്ലെ. അത് ഈ രാജാക്കന്മാരെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അപ്പൊ ചിലർ പറയുന്നത് ഇവിടെ 4 രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഞാൻ രാജാക്കന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, വാഴ്ച എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ്. കാരണം അതാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. 14 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് മരണം വാണിരുന്നു, അല്ലെ. സകല മനുഷ്യരിലേക്കും പാപം കടന്നു വന്നതുകൊണ്ട് തന്നെ സകല മനുഷ്യരിലും പാപം വാഴ്ന്നിരുന്നു എന്നാണ് 14 വാക്യത്തിൽ. മോശ വരെ വാണിരുന്നു. അപ്പോൾ പാപം നിമിത്തമുള്ള മരണം വാണിരുന്നു. അതുപോലെ തന്നെ 21 വാക്യത്തിൽ പറയാണ് പാപം വാണിരുന്നു. പാപം മരണത്തിലൂടെ വാണിരുന്നു, അല്ലെ. പഴയ സൃഷ്ടിയുടെ കാര്യമാണ് മരണം വാണിരുന്നു, പാപം വാണിരുന്നു. 21 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് കൃപ വാഴുന്നു. അവസാനത്തെ വാക്യം, കൃപ വാഴുന്നു. നീതീകരണത്തിലൂടെ നിത്യജീവനിലായിട്ട് കൃപ വാഴുന്നു. പുതിയ സൃഷ്ടിയുടെ പ്രത്യേകതയാണ് ഇപ്പോൾ കൃപ വാഴുന്നു. 17 വാക്യത്തിൽ പറയുകയാണ് ഇങ്ങനെ കൃപ ലഭിച്ചവർ ജീവനിൽ വാഴും. അവിടെ ഒരു ഭാവി സംബന്ധമായ കാര്യമാണ്. അത് ഭാവി കാലത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെ. നമ്മൾ ജീവനിൽ വാഴും, അല്ലെ. ജീവിതത്തിൽ വാഴുമെന്നല്ല. അങ്ങനെ വചനം വളച്ചൊടിക്കുന്നവർ കുറച്ചു കാലം മുമ്പൊക്കെ കേരളത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ ജീവിതത്തിൽ വാഴും എന്നും പറഞ്ഞിട്ട് 17 വാക്യത്തെ വളച്ചൊടിച്ച് സമൃദ്ധിയുടെ സുവിശേഷവും അഭിവൃദ്ധിയും ലൗകികതയും ഭൗമികതയൊക്കെ കുത്തിക്കേറ്റ ചിലരുണ്ടായിരുന്നു. ഇവിടെ ജീവിതത്തിൽ വാഴുമെന്നല്ല 17 വാക്യം, ജീവനിൽ, നിത്യജീവനിൽ അതിൽ വാഴുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും അത് ഭാവി സംബന്ധമായിട്ടാണ്. പൂർണ്ണമായിട്ടും നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണ സമയത്ത് നമ്മൾ ഉയർപ്പ് പ്രാപിച്ച് മരണത്തിന്റെ മേൽ ജീവനിൽ വാഴും. കേട്ടോ. അപ്പൊ 4, അല്ലെ. മരണം വാണിരുന്നു, പാപം വാണിരുന്നു, കൃപ വാഴുന്നിപ്പോൾ, ഒരു നാൾ നാം തന്നെ വാഴും, അല്ലെ. അപ്പൊ 4 വാഴ്ചയുടെ കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഈ മൊത്തം വേദഭാഗം നമുക്ക് ധ്യാനിക്കാം, അല്ലെ. പിന്നെ ഈ വേദഭാഗത്തിന്റെ ഒരു ഘടന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 15, 17 പിന്നെ 20 എങ്കിലും പൊതുവെ 15 മുതൽ 17 ആ ഭാഗത്ത് ഈ ആദാമിനെയും ക്രിസ്തുവിനെയും താരതമ്യം ചെയ്യുകയാണെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രവൃത്തി ആദാമിന്റെ പ്രവൃത്തിയേക്കാൾ വലുതാണ്. അതായത് അവർ തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെയും ആദാമിന്റെയും പ്രവൃത്തി താരതമ്യം ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം, ക്രിസ്തുവിന്റെ പ്രവൃത്തി ആദാമിന്റെ പ്രവൃത്തിയെക്കാളും ഏറ്റവും അധികം വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏറ്റവും അധികം അല്ലെങ്കിൽ അത്യന്തം എന്നീ പദപ്രയോഗങ്ങൾ നമ്മൾ കാണുന്നത്. എന്നാൽ പിന്നീടുള്ള 18, 19 താഴോട്ടുള്ള വാക്യങ്ങൾ താരതമ്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ വിഷയം സമാനതയാണ്. ക്രിസ്തുവിന്റെ പ്രവൃത്തി ആദാമിന്റെ പ്രവൃത്തിയെ പോലെ തന്നെ സാർവത്രികമാണ്, സകല മനുഷ്യരെയും ബാധിക്കുന്നതാണ്, അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ പോലെ എന്നുള്ള വാക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ എത്ര അധികമാണ് എന്നാൽ ഒരുപോലെയുമാണ്. ഈ 2 രീതിയിൽ, അതെ, സാമ്യവും ഉണ്ട് എന്നാൽ വ്യത്യാസവും ഉണ്ട് താരതമ്യം ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ഈ വേദഭാഗം മുന്നോട്ട് പോകുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ പഠനത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് 12 മുതൽ 14 വരെ ആദാമിൽ വ്യാപരിക്കുന്ന മരണത്തെക്കുറിച്ചാണ്. ആദാമിൽ സകലരും മരിക്കുന്നു. 1 കൊരിന്ത്യർ 15 അങ്ങനെയാണ് പറയുന്നത്, ആദാമിൽ സകലരും മരിക്കുന്നു. ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് 12 വാക്യം അതുകൊണ്ട്. ഈ അതുകൊണ്ട് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് വന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് ചേർത്ത്, പ്രത്യേകിച്ച് 3-ാം അധ്യായം 21 മുതൽ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ 1-ാം അധ്യായം മുതൽ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ, ഒരു ചെറിയൊരു ഉപസംഹാരത്തിന്റെ ആരംഭമാണ്. അപ്പൊ ഇതുവരെ കണ്ട സത്യങ്ങളുടെ ഉപസംഹാരമായിട്ട് അടിസ്ഥാന സത്യങ്ങൾ ഒന്ന് പറയാൻ പോവുകയാണ്. അതിൽ പ്രത്യേകിച്ച്
1-ാം അധ്യായം മുതൽ നമ്മൾ കണ്ട മനുഷ്യരെല്ലാം പാപികളാണ്, സകല മനുഷ്യരും പാപികളാണെന്ന ആ സത്യം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്തുകൊണ്ടാണ് ഈ ഏക മനുഷ്യൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ? ഈ വേദഭാഗം നമ്മൾ പരിശോധിച്ചാൽ മലയാളത്തിൽ ഈ ഏകൻ അല്ലെങ്കിൽ ഏക എന്നുള്ള വാക്ക് 12 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഏക മനുഷ്യൻ തന്നെ 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത് ഇവിടെയാണ് ആദാമിനെ പരിചയപ്പെടുത്തുന്നത് ഏക മനുഷ്യൻ എന്ന് പറഞ്ഞാണ്. അല്ല, ആദാമിന്റെ പേരല്ല പറഞ്ഞത്, ഏക മനുഷ്യൻ, ഒന്നാമത്തെ മനുഷ്യൻ അല്ലെ? ഈ ഒരു മനുഷ്യൻ കാരണമായി പാപം കടന്നു വന്നത്, ഏക മനുഷ്യനായ ആദാം. അതുപോലെ തന്നെ 12-ാം വാക്യത്തിൽ ആദാമിനെ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് 15-ാം വാക്യത്തിൽ ക്രിസ്തുവിനെയും പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഏക മനുഷ്യനായ യേശു ക്രിസ്തു അല്ലെ? ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ അല്ലെ? അങ്ങനെ ഏക മനുഷ്യനായ യേശു, 2 ഏക മനുഷ്യരുണ്ട്. പുതുസൃഷ്ടിയുടെയും പഴയ സൃഷ്ടിയുടെയും തലവന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അപ്പോസ്തലൻ വിളിക്കുന്ന പേരാണ് ഏക മനുഷ്യൻ. അപ്പൊ ഇവിടെ മനുഷ്യ ചരിത്രം ഒന്നടങ്കം ഈ 2 പേരുടെ നേതൃത്വത്തിൽ സംഗ്രഹിച്ചു പറഞ്ഞിരിക്കുകയാണ്. 2 തലകളുണ്ട് മനുഷ്യരാശിക്ക്. ഒന്നെങ്കിൽ പഴയ സൃഷ്ടിയുടെ തലയായ ആദാം, ഇല്ലേ പുതിയ സൃഷ്ടിയുടെ തലവനായ ക്രിസ്തു. ആദാമിന്റെ പ്രവൃത്തിയാൽ മനുഷ്യരാശിയിൽ കടന്നു വന്ന എന്താണ്? പാപം. അതാണ് 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏക മനുഷ്യനായ ആദാമിന്റെ പ്രവൃത്തിയാൽ എന്തു പറ്റി? പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. പാപം വന്നു, അതിന്റെ അനന്തരഫലമായ ശിക്ഷാവിധിയായ മരണം മനുഷ്യരാശിയിൽ കടന്നു വന്നു. അതായത് ആദാമിന്റെ പാപം നിമിത്തമാണ് നാം എല്ലാവരും ജനിക്കുമ്പോഴേ പാപത്തിന്റെ അധീനതയിലും അതിന്റെ ശിക്ഷാവിധിയിലും ജനിക്കുന്നത്. നമ്മള് 3-ാം അധ്യായത്തിലൊക്കെ കണ്ടതാണ്. നമ്മൾ പാപത്തിന് കീഴിലാണ്, പാപത്തിന്റെ അധീനതയ്ക്ക് കീഴിലാണ്. പിന്നീടാണ് നമ്മളെല്ലാം പാപം ചെയ്തെന്ന് പറയുന്നത്. അപ്പൊ പാപം ചെയ്തല്ല നമ്മൾ പാപികളായത്, പാപികളായതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്തത്. 3-ാം അധ്യായം നമ്മൾ പഠിച്ച ആ ഭാഗം നിങ്ങൾ പോയി കേട്ടാൽ അറിയാം. ഞാൻ അത് തന്നെയാണ് അന്നും പറഞ്ഞത്. നമ്മൾ പാപം എന്ന് പറയുന്ന ഒരു പ്രകൃതത്തിന്റെ അധീനതയിലായതുകൊണ്ടാണ് നമ്മൾ പാപപ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പൊ മനുഷ്യൻ പാപിയാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം അവൻ വീണുപോയവനാണ്. അവന്റെ പ്രകൃതം ജന്മന പാപപ്രകൃതമാണ്. പക്ഷെ അതിന് കാരണക്കാരനാരാണ്? ആദാം പാപം ചെയ്തു. അതുകൊണ്ടാണ് ഈ മൊത്തം രാശി ജനിക്കുമ്പോഴേ പാപത്തിന്റെ അധീനതയിൽ ജനിക്കുന്നത് അല്ലെ? അതുകൊണ്ടാണ് എഫീഷ്യ ലേഖനം 2:3 പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രകൃതം കൊണ്ട്, സ്വഭാവം കൊണ്ട് അല്ലെ നമ്മൾ കോപത്തിന്റെ മക്കളാണ്. പ്രവൃത്തി കൊണ്ടെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രകൃതം കൊണ്ടേ നമ്മൾ കോപത്തിന്റെ മക്കളാണ്. നമ്മൾ ജനിച്ച് ഒന്നും ചെയ്യണ്ട, നമ്മൾ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. അല്ലാതെ ജനിച്ച് പിന്നെ 18 വയസ്സായപ്പോൾ ഞാൻ പാപം ചെയ്തു പിന്നെ ഞാൻ യോഗ്യനായെന്നല്ല. ജനിക്കുന്ന നാൾ മുതൽ ഞാൻ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. കാരണം എൻ്റെ പ്രകൃതം പാപപ്രകൃതമാണ് അല്ലെ? അതാണ് സങ്കീർത്തനങ്ങൾ 51:5 ചിലരൊക്കെ കാണാൻ പിടിച്ചല്ലോ. 51:5 ഞാൻ ജനിച്ചപ്പോഴേ പാപിയായിരുന്നു എന്ന് ദാവീദ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോഴേ ഞാൻ പാപിയായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയായിരുന്നു. അകൃത്യത്തിൽ എൻ്റെ അമ്മ പ്രസവിച്ചു, പക്ഷെ ഞാൻ ഉരുവായപ്പോഴേ പാപിയായിരുന്നു. എന്താണ് കാരണം? ഈ പാപം ചെയ്ത ആദാമിന്റെ രാശിയിലുള്ള എല്ലാവരെയും ദൈവം പാപികളായിട്ടാണ് കണക്കിടുന്നത്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പാപികളായിട്ട് നമ്മളെ കണക്കിടുകയാണ്. നമ്മൾ ഈ രാശിയിൽ പിറന്നവരാണ് എന്ന് മാത്രമല്ല, നമ്മുടെ പ്രകൃതം കൊണ്ട് തന്നെ നമ്മൾ ദൈവക്രോധത്തിന്റെ കീഴിലാണ്. നമ്മുടെ സ്വഭാവം പാപം മാത്രം ഉളവാക്കുന്ന ഒരു സ്വഭാവമാണ്. അതിനാണ് സങ്കീർത്തനങ്ങൾ 58:3 പിന്നീട് പറഞ്ഞിരിക്കുന്നത്. പാപം മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ ജന്മന കള്ളവും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. 58:5 പറഞ്ഞു നമ്മൾ ഭോഷ്കും പറഞ്ഞുകൊണ്ടാണ് ഗർഭത്തിന്റെ പുറത്തോട്ട് വരുന്നത്. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ പാപം ചെയ്യാൻ പഠിപ്പിക്കൊന്നും വേണ്ട, കള്ളം പറയാൻ പഠിപ്പിക്കൊന്നും വേണ്ട. ജന്മസിദ്ധമാണത്. സത്യം പറയാനാണ് പിള്ളേരെ പഠിപ്പിക്കേണ്ടത്. അതെന്താ കാരണം? നമ്മുടെ പ്രകൃതം അങ്ങനെയാണ്. പ്രകൃതം അല്ലെ? പ്രകൃതം ജന്മനാ നമ്മൾ പാപവാസനയുള്ളവരാണ് വേണേ പറയാം അല്ലെ? അതുപോലെ ഇയ്യോബിന്റെ 15:14 ഇതേ സത്യം തന്നെ. നീതിമാനോ നിർമ്മലനോ ആകുവാൻ മനുഷ്യന് കഴിയില്ല, അവൻ ജനിക്കുമ്പോഴേ പാപിയാണ്. കാരണക്കാരൻ ആദാം പാപം ചെയ്തത് നിമിത്തം, നമ്മുടെ തലവൻ പാപം ചെയ്തത് നിമിത്തം ഈ മൊത്തം രാഷ്ട്രീയ ദൈവം പാപികളായിട്ടാണ് എണ്ണുന്നത്. അത് നിമിത്തം നമുക്കൊരു പ്രകൃതം തന്നെ പാപം ചെയ്യുന്ന പ്രകൃതമാണ്. പാപത്തിന്റെ അധീനതയിലാണ് നമ്മൾ. അതുകൊണ്ട് പിന്നീട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും പാപം നിറഞ്ഞതായിരിക്കും. അപ്പൊ അങ്ങനെ സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അല്ലെങ്കിൽ പ്രകൃതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ പാപികളാണ്. അതാണ് പിന്നീട് പറഞ്ഞത്, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ അല്ലെ? അപ്പൊ പാപം കടന്നു വന്ന് നമ്മൾ അതിന്റെ അധീനതയിലായെന്ന് മാത്രമല്ല, പിന്നീട് അത് നിമിത്തം നമ്മൾ പാപം പ്രവർത്തിക്കുകയും കൂടെ ചെയ്തു. അങ്ങനെ പ്രകൃതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സകല മനുഷ്യരും പാപികളായതുകൊണ്ട് എന്തു പറ്റി? സകല മനുഷ്യരിലേക്കും മരണം പരന്നിരിക്കുന്നു.
എല്ലാ മനുഷ്യരും മരിക്കും. എന്നാൽ മരണം ദൈവഹിതമല്ലായിരുന്നു. ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം ഇതല്ലായിരുന്നു. 70 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളൊക്കെ മരിക്കണമെന്നല്ലായിരുന്നു, അല്ലേ? എന്നിട്ട് നരകത്തിൽ പോയി നിത്യ മരണം സഹിക്കണമെന്നല്ലായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി അല്ലായിരുന്നു. ഇത് ശിക്ഷാവിധിയാണ് ഈ മരണം. അത് നമ്മുടെ ശാരീരിക മരണമാകട്ടെ, നിത്യമരണമാകട്ടെ, നരകം എന്നൊക്കെ പറയുന്ന നിത്യമരണം, ദൈവക്രോധത്തിൽ പോയി കിടക്കുന്ന മരണമാകട്ടെ, ഇത് രണ്ടും ദൈവത്തിന്റെ ശരിക്കുള്ള ഉദ്ദേശമല്ലായിരുന്നു. അത് പാപം നിമിത്തം കടന്നു വന്ന ദൈവത്തിന്റെ ശിക്ഷാവിധിയാണ്, അല്ലേ? അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും. പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലേക്കും പകർന്നിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ സകല മനുഷ്യർക്കും ദൈവം കൽപ്പനയൊക്കെ കൊടുക്കണ്ടായോ? നമ്മള് റോമാലേഖനം രണ്ടാം അധ്യായത്തിൽ കണ്ടു, ജാതികൾക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടില്ലെങ്കിലും അവരുടെ ഉള്ളിലാണ് ന്യായപ്രമാണം, അല്ലെ? ആ സത്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇനി ആദാം മുതൽ മോശ വരെ അപ്പൊ എങ്ങനെയാ ജനം പാപം ചെയ്തത്? അവർക്ക് കൽപ്പനയൊന്നും ഇല്ല, പിന്നെ അവരെങ്ങനെ പാപം ചെയ്തേ? അല്ലെ? മോശയിലൂടെയാണ് ദൈവം ന്യായപ്രമാണം കൊടുത്തത്. അപ്പൊ ആദാം മുതൽ മോശ വരെയുള്ള ജനം എങ്ങനെ പാപികളാണെന്ന് ദൈവം എണ്ണുന്നേ, അല്ലെ? അതാണ് 13ഉം 14ഉം വാക്യങ്ങളിൽ അതിന്റെ ഉത്തരം. മോശയ്ക്ക് മുമ്പ് ദൈവം ന്യായപ്രമാണം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് എല്ലാ മനുഷ്യരും പാപം നിമിത്തം മരണത്തിന് വിധേയരാകുന്നതെന്ന് ഉള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് 13, 14 വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. മലയാളം ബൈബിളിൽ തർജ്ജിമ ചെയ്തിരിക്കുന്നത് നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലാണ്. 13ആം വാക്യം, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ഇത് നല്ലതുപോലെ പൗലോസ് ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥം അറിയാതെ ചുമ്മാ ഓടിച്ചു വായിച്ചാൽ എന്തോ ഈ പറഞ്ഞേ? പാപം ന്യായപ്രമാണത്തിന് മുമ്പ് ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ ഇല്ലായിരുന്നെന്ന്. അത് രണ്ടും ചേർന്ന് പോകുന്നതല്ലല്ലോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്ക് കണക്കിടുന്നില്ല എന്നുള്ള വാക്കാണ്. ഈ കണക്കിടുന്നില്ല എന്നുള്ള വാക്ക് നമ്മൾ 4-ാം അധ്യായം പഠിപ്പിച്ചപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം എടുത്തു പറഞ്ഞാണ്. വളരെ കാതലായ ഒരു വാക്കാണ്, അല്ലെ? പാപം കണക്കിടാതിരിക്കുന്നതാണ് പാപക്ഷമ. നീതി കണക്കിടുന്നതാണ് നീതീകരണം. ഈ കണക്കിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷാശാസ്ത്രത്തിൽ വളരെയധികം ഊന്നൽ കൊടുക്കേണ്ട ഒരു പദമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര പേര് ഈ പദം ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പൗലോസിനോട് സുവിശേഷത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഈ വാക്ക് ഉപയോഗിക്കാതെ പുള്ളിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. കണ്ടോ, മനുഷ്യർക്ക് പാപം കണക്കിടുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ദൈവം ന്യായപ്രമാണം നൽകുന്നതിന് മുമ്പ് തന്നെ തിരുവെഴുത്തുകളിൽ പാപം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, നോഹയുടെ കാലത്ത് സകല മനുഷ്യരുടെയും ഹൃദയത്തിലെ എല്ലാ വിചാരങ്ങളും ദോഷത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നു, ദൈവത്തിന് അറപ്പ് തോന്നുന്നു. ദൈവം അവരെല്ലാം ഒന്നടങ്കം നശിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. നോഹയ്ക്ക് മാത്രം ദൈവം കൃപ കൊടുത്തു. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നോവയ്ക്ക് ദൈവപ്രസാദം ലഭിച്ചതുകൊണ്ട് നോയയുടെ കുടുംബത്തെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. കാരണം അവിടെ ദുഷ്ടത, ദോഷം, പാപം വളർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണം ഇല്ലേലും മനുഷ്യർ പാപികളാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ ന്യായപ്രമാണം ഒന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഒരു കൽപ്പനയുടെയോ ചട്ടത്തിൻ്റെയോ ലംഘനം കണക്കിടുന്നില്ല. ഇന്ന ചട്ടം നിങ്ങൾ തെറ്റിച്ചു എന്നും പറഞ്ഞ് ലംഘനം, അത് പാപത്തിന് ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് ബൈബിളിലെ ലംഘനം. പക്ഷെ ലംഘനം എപ്പോഴും വെളിപ്പെടുത്തിയ ഒരു കൽപ്പനയ്ക്ക് വിരോധമായി നമ്മൾ പോകുമ്പോൾ അതിന് പറയുന്ന പേരാണ് ലംഘനം. അപ്പൊ അവിടെ ന്യായപ്രമാണത്തിന്റെ വെളിപ്പാട് വന്നാലേ പാപത്തെ ലംഘനമായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ലംഘനമില്ല, പക്ഷെ പാപമുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന 13-ാം വാക്യം. പാപം ലോകത്തിലുണ്ടായിരുന്നു, ആദാം മുതൽ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ മോശ വരുന്നത് വരെ, ന്യായപ്രമാണം വരുന്നത് വരെ അതിനെ ലംഘനമായിട്ട് കണക്കിടുന്നില്ല. ആ വാക്കാണ് വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടത്, അല്ലെ? അതുകൊണ്ട് തന്നെ പാപമുണ്ടായിരുന്നു. ആ പാപം ഉണ്ടായിരുന്നു നിമിത്തം മരണവും ഉണ്ടായിരുന്നു, അല്ലെ? ആദാമിനും മോശയ്ക്കും ഇടയിലുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ ആദാമിനെ പോലെ ലംഘനം ചെയ്തില്ലെങ്കിലും അവരും പാപികളായിരുന്നത് കൊണ്ട് മരണം അവരുടെ മേലും വാണിരുന്നു. ആദാമിന് കൽപ്പന ദൈവം കൊടുത്തിരുന്നു, ആ മരത്തിൽ നിന്ന് കഴിക്കരുത്, ബാക്കി എല്ലാ മരത്തിൽ നിന്നും കഴിച്ചോ. അങ്ങനെ ഒരു വെളിപ്പെടുത്തിയ കൽപ്പനയാണ് ആദാം തെറ്റിച്ചത്. അതിനാണ് ലംഘനം എന്ന് പറയുന്നത്. അപ്പൊ ആദാം ലംഘനമാണ് ചെയ്തത്. ലംഘനവും പാപവും ഒക്കെ തത്വത്തിൽ പാപമാണേലും വ്യത്യാസമുണ്ട്. വെളിപ്പെടുത്തിയ ഒരു കൽപ്പന നമ്മൾ അനുസരിക്കാത്തപ്പോഴാണ് അതിനെ ലംഘനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദാമിന്റെ ലംഘനം പോലെ ഈ ആദാം മുതൽ മോശ വരെ ഉള്ളവർ പാപം ചെയ്തില്ല, പക്ഷെ അവരും പാപികളായിരുന്നു. അവരും പാപമൊക്കെ ചെയ്തു, അവർ ദോഷവും ദുഷ്ടതയൊക്കെ പ്രവർത്തിച്ചു. നോഹയുടെ കാലത്തെ ജനത്തെക്കുറിച്ച് ഓർത്താൽ മതി, അല്ലെ? അവർ ദൈവഹിതത്തിലല്ല നടന്നത്. വെളിപ്പെടുത്തിയോ ന്യായപ്രമാണം കൊടുത്തോ ഉള്ളതെന്ന് രണ്ടാമത്തെ വിഷയം. ദൈവഹിതത്തിൽ നടന്നോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവരും പാപികളായിരുന്നത് കൊണ്ട് തന്നെ പാപത്തിന്റെ ശമ്പളമായ
മരണം എന്ന ശിക്ഷാവിധി അവരുടെ മേലും വാണിരുന്നു. അതുകൊണ്ട് ആദ്യം പറഞ്ഞ 12-ാം വാക്യത്തിൽ പറഞ്ഞ സകല മനുഷ്യരിലേക്കും മരണം പരന്നിരുന്നു എന്ന് പറയുമ്പോൾ, അയ്യോ ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് എങ്ങനെ ലംഘനം എന്നൊന്നും ആരും ചോദിച്ച് തളരണ്ട. എല്ലാ മനുഷ്യരും പാപികളാണ്, അല്ലെ? ഇനി നമ്മള് 15-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ പറഞ്ഞായിരുന്നു, ആദാമും ക്രിസ്തുവിനെയും താരതമ്യം ചെയ്തിട്ട് അവർ തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുകയാണ്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം കണ്ട അവസാനത്തെ വാക്യം ഓർക്കണം. 11-ാം വാക്യം. 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് നമുക്ക് യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൽ നിരപ്പ് ലഭിച്ചിരിക്കുന്നു, അല്ലെ? എന്നാൽ 12-ാം വാക്യത്തിൽ തൊട്ട് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിന്റെ ആദ്യത്തെ വാക്യം, ആദാമിലൂടെ മരണം പരന്നിരിക്കുന്നു. കണ്ടോ? ഇത് രണ്ടും മനസ്സിൽ വെച്ചിട്ട് വേണം ഈ താരതമ്യം നമ്മൾ ഇനി വായിക്കാൻ, അല്ലെ? യേശുക്രിസ്തുവിലൂടെ നിരപ്പ്, രക്ഷ നമുക്ക് ലഭിക്കുന്നു, ആദാമിലൂടെ മരണം. ഇത് രണ്ടും മനസ്സിൽ വെച്ചിട്ട് വേണം ഇവ തമ്മിലുള്ള വ്യത്യാസം അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ധ്യാനിക്കുവാൻ. ഇവിടെ 15-ാം വാക്യം തുടങ്ങുന്നത്, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെ അല്ല. കൃപയുടെ ദാനം, അതാണ് അവിടെ കൃപാവരം എന്ന് പറയുന്നത്. കൃപാവരം എന്ന് പറയുമ്പോൾ ആരും ദയവ് ചെയ്ത് ആത്മവരത്തെ കുറിച്ചൊന്നും ചിന്തിക്കരുത്. ഇവിടെ കൃപാവരം എന്ന് പറയുന്നതിനേക്കാളും സൗജന്യ ദാനം, ഫ്രീ ഗിഫ്റ്റ് എന്ന് വേണേലും നമുക്ക് തർജ്ജിമ ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. അതായത് മനുഷ്യരാശിയുടെ തലവനായ ആദാമിന്റെ ലംഘനത്തിലൂടെ കടന്നു വരുന്ന ശിക്ഷാവിധിയുടെ വിഷയവും യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ദാനമായി ലഭിക്കുന്ന രക്ഷയുടെ കാര്യവും താരതമ്യം ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവ ഒരുപോലെ അല്ല. അത് സൂചിപ്പിക്കാൻ 3 കാര്യങ്ങൾ, അല്ലെ, 3 രീതിയിൽ അവ തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് അപ്പോസ്തലൻ ഇനി പറയുവാൻ പോകുന്നത്, അല്ലെ? ആദാമിന്റെ ലംഘനവും യേശുക്രിസ്തുവിലൂടെ കൃപയാൽ ലഭിക്കുന്ന ദാനവും ഒരുപോലെ അല്ല. അതായത് ആദാമിന്റെ പ്രവൃത്തിയും ക്രിസ്തുവിന്റെ പ്രവൃത്തിയും 3 വിധങ്ങളിൽ വ്യത്യസ്തമാണ് എന്നാണ് ഇനി പറയുന്ന 3 വാക്യങ്ങളിൽ നിന്ന് പൗലോസ് തെളിയിക്കുന്നത്. ആ തെളിയിക്കുമ്പോൾ പറഞ്ഞു വരുന്ന സത്യം ഇത്രയും മാത്രമാണ്: ക്രിസ്തുവിന്റെ പ്രവൃത്തി ആദാമിന്റെ പ്രവൃത്തിയേക്കാൾ 3 രീതിയിൽ ശ്രേഷ്ഠമാണ്. ഇവർ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ല, ഈ വ്യത്യാസം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യം ക്രിസ്തുവിന്റെ പ്രവൃത്തി ആദാമിന്റെ പ്രവൃത്തിയേക്കാളും ശ്രേഷ്ഠമാണ്. രക്ഷയുടെ പ്രവൃത്തി ആദാമിലൂടെ കടന്നു വന്ന ഈ പാപത്തിന്റെയും മരണത്തിന്റെയും ശിക്ഷാവിധിയുടെയും കുറ്റബോധത്തിന്റെയും പ്രവൃത്തിയേക്കാളും കവിഞ്ഞൊഴുകുന്ന ഏറ്റവും അധികം ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ്. അപ്പൊ കർത്താവിന്റെ പ്രവൃത്തിയെ ഉയർത്തിക്കാട്ടുകയാണ് ഇവിടെ അപ്പോസ്തലൻ. നമുക്ക് വളരെ വേഗത്തിൽ 15, 16, 17 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ താരതമ്യത്തിലൂടെ വെളിപ്പെട്ടു വരുന്ന 3 വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി ആദാമിന്റെ പ്രവൃത്തിയെക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന 3 വിധങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് 15-ാം വാക്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ആ ഏറ്റവും അധികം അടിവരയിടണം, ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അവരുടെ പ്രവൃത്തിയുടെ നേട്ടത്തിൽ അവർ വ്യത്യസ്തരാണ്, അല്ലെ? ആദാമിന്റെ പ്രവൃത്തി നിമിത്തം എന്തോ നേടി? അനേകർ മരിച്ചു, അല്ലെ? അവിടെ മരണം കടന്നു വന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയിലൂടെ നമ്മൾ എന്താ നേടുന്നേ? അല്ലെ? കൃപയാലുള്ള ദാനം അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ആ പറയുന്ന വാചകത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മൊത്തം പൗലോസ് പഠിപ്പിക്കുന്ന എല്ലാ ദൈവശാസ്ത്രവും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. യേശുക്രിസ്തു ആദാമിന്റെ പാപത്തിന്റെ ഫലങ്ങൾ വെറുതെ റദ്ദാക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആദാമിന് വീഴ്ചയ്ക്ക് മുമ്പ് നഷ്ടപ്പെട്ട വെറും നിഷ്കളങ്കതയേക്കാൾ ഏറ്റവും അധികമായി ദൈവത്തിന്റെ നീതി അവൻ നമുക്ക് നൽകുന്നു. എന്താ അതിന് പറഞ്ഞതിന്റെ അർത്ഥം? ആദാം വീണുപോയി പാപത്തില്, യേശുക്രിസ്തു വന്നിട്ട് തിരിച്ച് ആ ഇരുന്ന സ്ഥാനത്തേക്ക് മടക്കിയാക്കുകയല്ല. എന്ന് പകരം ചിന്താഗതി അങ്ങനെയൊക്കെയാണ്, നമ്മൾ വീണുപോയി തിരിച്ച് അവിടോട്ട് തന്നെ കയറ്റിയിരുത്തി. അതല്ല ക്രിസ്തു ചെയ്യുന്നത്. അതിനേക്കാളും അധികമായതാണ് നമുക്ക് പകർന്നു തരുന്നത്. അല്ലാതെ നമ്മൾ തിരിച്ച് ആദാം പർദേശിയിലായിരുന്ന ആ സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോവുകയല്ല. ആദാമിനില്ലാത്ത ഒരു നീതീകരണം നമുക്ക് ലഭ്യമാവുകയാണ്. ആദാം പാപം ചെയ്യാത്ത ഒരു നിഷ്കളങ്കനായിരുന്നു, എന്നാൽ നീതി പ്രവർത്തിച്ച പൂർണ്ണമായിട്ടും നീതിമാനായ വ്യക്തിയല്ലായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞതുപോലെ, യേശുക്രിസ്തു വെറും പാപക്ഷമ മാത്രമല്ല നമുക്ക് നൽകുന്നത്. വെറും പാപക്ഷമ മാത്രമാണെങ്കിൽ, ഇതിന് മുമ്പത്തെ ഒരു അധ്യായത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, നമ്മൾ എഴുതിയ തെറ്റായ ഉത്തരവൊക്കെ മായ്ച്ചു തേച്ചതാ ബ്ലാങ്ക് പേപ്പർ പിടിച്ചോ, അതായിരുന്നെങ്കിൽ പറയാമായിരുന്നു ആദാമിന് നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു തരുന്നുണ്ടെന്ന്. എന്നാൽ ഇവിടെ അതല്ല പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും അധികം കവിഞ്ഞൊഴുകുന്നു. നമുക്ക് വെറും നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു കിട്ടി ഒരു നിഷ്കളങ്കത മടക്കി കിട്ടുകയല്ല,
നമുക്ക് യേശു ക്രിസ്തുവിലൂടെ പരിപൂർണ നീതി ലഭിച്ച് നമ്മൾ നീതീകരണം പ്രാപിക്കുകയാണ്. ആദാമിനില്ലായിരുന്നത്. ആദാം പ്രവർത്തിച്ച് നീതി പ്രാപിക്കേണ്ടവനായിരുന്നു. അതാണ് അവന് കൽപ്പനയൊക്കെ കൊടുത്തത്. അവന് പ്രവർത്തിച്ച് ലഭ്യമാകാത്ത പരിപൂർണ ഒരു നീതി നമുക്ക് യേശു ക്രിസ്തുവിൽ. അപ്പോൾ ആദാമിന് നഷ്ടപ്പെട്ടു പോയത് ചുമ്മാ മടക്കിത്തരി മാത്രമല്ല, അതിനേക്കാളും അധികമായത്, നിഷ്കളങ്കതയെക്കാളും അധികമായ പരിപൂർണ നീതി കടമായിട്ട്, ദാനമായിട്ട് നമുക്ക് യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും പ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി ആദാമിന്റെ പ്രവൃത്തിയെക്കാളും ശ്രേഷ്ഠമാണ്. കാരണം നേടിയെടുക്കുന്നത് ശ്രേഷ്ഠമായ ഒന്നാണ്, നീതീകരണം നേടിയെടുക്കും, അല്ലെ? അത് കഴിഞ്ഞ് 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രവൃത്തി നിമിത്തം കടന്നു വന്ന ദൈവവിധികളിൽ അവർ വ്യത്യസ്തരാണ്. ദൈവം എങ്ങനെയാണ് പ്രതികരിച്ചത് ഇവർ രണ്ടുപേരുടെയും പ്രവൃത്തികളോട്, അല്ലെ? അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിക്കട്ടെ, 16-ാം വാക്യം. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അവിടെ കണ്ടോ, രണ്ട് വിധികൾ പറഞ്ഞിരിക്കുന്നുണ്ടോ 16-ാം വാക്യത്തിൽ? ശിക്ഷാവിധി. ഏകന്റെ പാപം നിമിത്തം എന്തോ വന്നു? ശിക്ഷാവിധി വന്നു. അപ്പോ ആദാം പാപം ചെയ്തപ്പോ ദൈവം എന്തോ വിധിച്ചേ? ശിക്ഷാവിധി. എന്നാൽ ഇവിടെ കർത്താവിന്റെ പ്രവൃത്തി കണ്ടിട്ട് എന്താ വന്നേ? നീതീകരണ വിധി വന്നു. കർത്താവിന്റെ പ്രവൃത്തി കണ്ടപ്പോൾ ദൈവത്തിന്റെ പ്രതികരണം, നീതീകരിക്കാം, ഇവനിൽ വിശ്വസിക്കുന്ന സകലരെയും നീതീകരിക്കാം. എന്നാൽ ആദാം പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, ഇവന്റെ അനന്തര തലമുറകളെ എല്ലാം ശിക്ഷാവിധിയിൽ ഏൽപ്പിക്കാം, അല്ലെ? അപ്പൊ കണ്ടോ, ഇവരുടെ പ്രവൃത്തി നിമിത്തം കടന്നു വന്ന ദൈവവിധികളിൽ അവർ വ്യത്യസ്തരാണ്. ആദാമിന്റെ ഏകലംഘനം സകല മനുഷ്യർക്കും ശിക്ഷാവിധി ഉളവാക്കിയപ്പോൾ ക്രിസ്തുവിന്റെ പ്രവൃത്തി സകല വിശ്വാസികൾക്കും നീതീകരണ വിധി ഉളവാക്കുന്നു, അല്ലെ? അപ്പോ ആദാം എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ ഒരൊറ്റ പാപം മുഴുവൻ മനുഷ്യവംശത്തിനും ശിക്ഷാവിധി വരുത്തി. ഒരു പാപം കോടാനുകോടി ജനങ്ങൾക്ക് ശിക്ഷാവിധി വരുത്തി വെച്ചു. എന്നാൽ മറുവശത്ത് കോടാനുകോടി പാപങ്ങൾ ചെയ്ത മനുഷ്യർക്ക് ഒരു പ്രവൃത്തിയിലൂടെ രക്ഷ ലഭിക്കുകയാണ്, നീതി ലഭിക്കുകയാണ്, അല്ലെ? നിരവധി വ്യക്തികളുടെ ലംഘനങ്ങൾ നീക്കുന്ന അനുസരണത്തിന്റെ ഒരു പ്രവൃത്തി ക്രിസ്തു കാഴ്ചവെച്ചു. ആ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തിയല്ല, തന്റെ മൊത്തം ജീവിതം, തന്റെ അനുസരണം. അത് കർത്താവ് ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി എല്ലാം അനുസരണമാണ്, മൊത്തം ജീവിതം അനുസരണമാണ്, അല്ലെ? അപ്പോ കർത്താവിന്റെ ആ അനുസരണം എന്ന പ്രവൃത്തിയിലൂടെ കോടാനുകോടി ജനങ്ങൾ പാപത്തിലൊക്കെ കിടന്നവർക്ക് രക്ഷ ലഭിക്കുന്നു. മറ്റവൻ കോടാനുകോടിയെ കൊണ്ട് കുഴിയിലിട്ടു, ക്രിസ്തു കോടാനുകോടി ജനത്തെ പാപത്തിൽ നിന്ന് നീതീകരണത്തിലൂടെ രക്ഷിച്ചെടുക്കുന്നു. കണ്ടോ, ഒരുവൻ ശിക്ഷാവിധി കൊണ്ടുവരുന്നു, ക്രിസ്തു നീതീകരണ വിധി നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് നേടിയെടുത്തു. ദൈവം നമ്മളെ നീതിമാൻ എന്ന് പ്രസ്താവിക്കുന്ന നീതീകരണ വിധി നമുക്ക് നേടിത്തന്നു, അല്ലെ? ഇനി മൂന്നാമതായിട്ട് 17-ാം വാക്യത്തിൽ അവരുടെ പ്രവൃത്തി നിമിത്തമുള്ള മനുഷ്യരാശിയുടെ ഭവിഷ്യത്തിൽ അവർ വ്യത്യസ്തരാണ്. ഇത് നിമിത്തം ഉണ്ടാവുന്ന ഭാവി അനന്തര ഫലം എന്നൊക്കെ നമ്മൾ പറയുന്ന, അത് ഭാവി സംബന്ധമായ അനന്തര ഫലം ഇവരുടെ പ്രവൃത്തികൾ നിമിത്തം വ്യത്യസ്തമാണ്. അത് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രിസ്തുവിന്റെ പ്രവൃത്തി ആദാമിന്റെ പ്രവൃത്തിയെക്കാളും ശ്രേഷ്ഠമാണ്. ഇതാ അവിടെ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദാമിന്റെ പാപത്തിന്റെ അനന്തരഫലമായി മരണം മനുഷ്യരാശിയിൽ വാഴുന്നു, അല്ലെ? ഏകൻ നിമിത്തം വാണു. എന്നാൽ മറുപടിയായിട്ട് ക്രിസ്തുവിന്റെ അനുസരണത്തിന്റെ അനന്തരഫലമായി മനുഷ്യരാശി മരണത്തിൽ മേൽ ഇനി എത്ര അധികം വാഴും. കണ്ടോ, അനന്തരഫലം, ഭവിഷ്യത്ത് കണ്ടോ? ആദാമിന്റെ പ്രവൃത്തി നിമിത്തം മരണത്തിന്റെ അടിമകളായി, മരണത്തിന്റെ വാഴ്ചയ്ക്ക് കീഴിലായി മനുഷ്യരാശി. എന്നാൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി നിമിത്തം അവനിൽ വിശ്വസിക്കുന്നവർ ഒരു നാൾ ഈ മരണത്തെ ജയിച്ച് മരണത്തിന്റെ മേൽ അവർ വാഴും, നിത്യജീവന്റെ വാഴ്ചയ്ക്ക് കീഴിലാവും അവർ. അത് നമ്മുടെ വരുവാനിരിക്കുന്ന ഉയിർപ്പിനെ സൂചിപ്പിക്കുകയാണ്, അല്ലെ? ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. എത്ര അധികം വാഴും? നമ്മൾ നിത്യതയോളം നമ്മൾ വാഴും, അല്ലെ? കർത്താവ് മടങ്ങി വരുമ്പോൾ കല്ലറയിൽ നിന്നും പാതാളത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒക്കെ നമ്മൾ സ്വതന്ത്രരാകും. ഹേ മരണമേ, അല്ലെ, നിന്റെ ജയം എവിടെ എന്നൊക്കെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് പിന്നീട് മരണമില്ല, അല്ലെ, നിത്യതയോളം നമ്മൾ കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് ജീവനിൽ വാഴും. കണ്ടോ ഭവിഷ്യത്തിലുള്ള വ്യത്യാസം? കണ്ടോ, ഒരുവൻ മരണവിധി കൊണ്ടുവന്നു, മറ്റവൻ നമുക്ക് നിത്യജീവൻ പ്രാപിച്ചു തരുന്നു, അല്ലെ? അപ്പൊ ഇതാണ് ഈ മൂന്ന് താരതമ്യങ്ങൾ, അവരുടെ പ്രവൃത്തിയുടെ നേട്ടം, അല്ലെ? വെറും നിഷ്കളങ്കത മാത്രമല്ല നമുക്ക് പ്രാപിച്ചു തരുന്നത്, ക്രിസ്തു നമുക്ക് നീതീകരണം പ്രാപിച്ചു തരികയാണ്.
ആദാമിന് നഷ്ടപ്പെട്ടത് ചുമ്മാ മടക്കി തരികയല്ല, ആദാമിന് ഇല്ലാത്ത നീതീകരണം നമുക്ക് പ്രാപിച്ചു തരികയാണ്. രണ്ടാമതായിട്ട് ദൈവവിധികളിൽ ഒരുവൻ ശിക്ഷാവിധി കൊണ്ടുവന്നു, മറ്റവൻ നീതീകരണ വിധി നമുക്ക് വേണ്ടി പ്രാപിച്ചു തന്നു. മൂന്നാമത് ഒരുവന്റെ പ്രവൃത്തി നമ്മളെ മരണത്തിന് കീഴിലാക്കിയപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി നമ്മെ മരണത്തിന്റെ മേൽ ജയാളികളാക്കി. അല്ലെ, അതാണ് വ്യത്യാസം. ഇനി വളരെ വേഗത്തിൽ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കാതലായ വിഷയം വീണ്ടും താരതമ്യം ചെയ്യാണ്, പക്ഷെ സമാനത സൂചിപ്പിക്കാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ആദാമിനെയും ക്രിസ്തുവിനെയും താരതമ്യം ചെയ്തുകൊണ്ട് വ്യത്യാസങ്ങൾ കാണിച്ചു തന്ന ശേഷം പൗലോസ് ഇനി അവരുടെ പ്രവൃത്തികൾ തമ്മിലുള്ള ഒരു സമാനത ചൂണ്ടിക്കാണിക്കുന്നു. ഒരുപാട് സമാനതകളില്ല, കാതലായ ഒരു സമാനതയാണ്. എന്താണ്? അവരുടെ പ്രവൃത്തികളുടെ സാർവത്രിക ഭാവം, അല്ലെ, ആ സ്വഭാവം. സാർവത്രികം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ, നമ്മൾ ഇംഗ്ലീഷിൽ പറയും, എല്ലാരെയും ബാധിക്കുന്ന ഒരു വിഷയം. അതിന്റെ ആ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് ഒരുപോലെയാണെന്ന് ഇനി 18 മുതൽ പറഞ്ഞു വരുന്നത്. നമുക്ക് 18-ാം വാക്യം ഒന്ന് നോക്കാം. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ, കണ്ടോ, സമാനതയാണ്, പോലെ, ആദാമിന്റെ പ്രവൃത്തി പോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അല്ലേ? അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ആ രണ്ട് ഭാഗങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ, സകല മനുഷ്യർക്കും. 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സകല മനുഷ്യർക്കും. ആദാമിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി. പിന്നീട് ക്രിസ്തുവിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഏകനീതിയാൽ സകല മനുഷ്യർക്കും നീതീകരണം. അല്ലെ? അപ്പോ ഇത് സകല മനുഷ്യരെയും ബാധിക്കുന്ന ഒന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതാണ് അവരുടെ സമാനത. അല്ലെ? മനുഷ്യരാശിക്ക് ഈ 2 തലവന്മാരേ ഉള്ളൂ, ഒന്നെങ്കിൽ ആദാമിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ. അതുകൊണ്ട് തന്നെ ഇതിനൊരു സാർവത്രിക സ്വഭാവമുണ്ട്. 19-ാം വാക്യം വളരെ കാതലായ വാക്യം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അല്ലെ? അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ആദാം അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് അനേകർ, അതായത് സകല മനുഷ്യരും പാപികളായി തീർന്നു. അല്ലെ? പാപം കണക്കിടപ്പെട്ടു. ജന്മനാ പാപികളായി ജനിച്ച് പിന്നീട് പ്രവർത്തിച്ച് കൂടുതൽ പാപം ചെയ്ത് എല്ലാവരും ശിക്ഷാവിധിയിൽ പോകുന്നു. എന്നാൽ മറു സൈഡില് ഏകന്റെ അനുസരണത്താൽ, യേശുക്രിസ്തു അനുസരിച്ചത് കൊണ്ട്, മൊത്തം ജീവിതം കൊണ്ട് അനുസരിച്ചു, പക്ഷെ വിശേഷാൽ ക്രൂശിലെ തന്റെ മരണത്തോളം താൻ അനുസരിച്ചു. അല്ലെ? ആ അനുസരണ പ്രവൃത്തി നിമിത്തം ഉളവായ ദൈവപ്രസാദം, ആ നീതി, അപൂർണ നീതി നമുക്കവൻ കടമായിട്ട് തരുന്നു, ദാനമായിട്ട് തരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നീതിമാന്മാരായി മാറുന്നത്. അല്ലെ? 4-ാം അധ്യായത്തിൽ കണ്ടു, നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ? അപ്പൊ ഈ നീതി കണക്കിടുന്നു. ഏത് നീതി? യേശുക്രിസ്തു അനുസരിച്ചുളവാക്കിയ ആ നീതി അവനിൽ വിശ്വസിക്കുന്നവർക്കും കൂടെ കണക്കിടുന്നത് കൊണ്ട് അവരും നീതിമാന്മാരാകുന്നു. ദൈവം മുമ്പാകെ നമ്മളും നീതിമാന്മാരാകുന്നു. അവസാനത്തെ 2 വാക്യങ്ങൾ 20-ഉം 21-ഉം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ന്യായപ്രമാണം ദൈവം നൽകിയത്. അല്ലെ? അത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. നമ്മൾ കണ്ടു, ആദാം മുതൽ മോശ വരെയും പാപികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാപം കൽപ്പനകളുടെ ലംഘനമായിട്ട് കണക്കിടുവാൻ ഒരു ന്യായപ്രമാണം എന്ന വെളിപ്പാട് അതുവരെ ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ ന്യായപ്രമാണം കടന്നു വന്നു. എന്താണ് അതിന്റെ ഉദ്ദേശം? ആ ലംഘനം പെരുകട്ടെ എന്ന്. അതുവരെ പാപികളാണെന്ന് അറിയാമെങ്കിലും ഏതൊക്കെ കൽപ്പനകളാ മുറിച്ചത്, തെറ്റിച്ചതെന്നും നമുക്കറിയണം. ഇനി കൽപ്പന വരുമ്പം എല്ലാം ലിസ്റ്റായിട്ട് എഴുതാം. അല്ലെ? പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം, പാപബോധം കൂടും. അങ്ങനെ ലംഘനങ്ങളുടെ പരിജ്ഞാനം, പാപത്തിന്റെ പരിജ്ഞാനം പെരുകി എന്ത് പറ്റും? ആളുകൾക്ക് മനസ്സിലാവും അവർ പാപികളാണ്, അവർക്കൊരു രക്ഷകനെ വേണമെന്ന്. അല്ലെ? എന്ന് മാത്രമല്ല, അങ്ങനെ നമ്മൾ ആ പാപത്തിന്റെ അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവം നമ്മളെ കൈവിട്ടില്ല. പാപം പെരുകിയെടുത്ത്, പാപം പെരുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു പെരുകിയെന്നല്ല, പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പെരുകി. അയ്യോ, ഞാൻ ഇത്ര വലിയ പാപിയാന്ന് അറിഞ്ഞില്ല. വചനം വന്നപ്പോഴാ അറിഞ്ഞേ, ന്യായപ്രമാണം വന്നപ്പോഴാ അറിഞ്ഞേ, അയ്യോ ഇത്രയും കൽപ്പനകളും ഞാൻ തെറ്റിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പാപപരിജ്ഞാനം പെരുകിയപ്പോൾ ദൈവം കൈവിട്ടില്ല, കൃപ ഏറ്റവും അധികം വർദ്ധിച്ചു. എങ്ങനെ? ക്രിസ്തുവിലൂടെ. തൊട്ടുമുമ്പത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ ക്രിസ്തുവിലൂടെ അത് പെരുകി. എങ്ങനെ? ക്രിസ്തുവിലുള്ള രക്ഷയുടെ ദൈവകൃപ അത്യന്തം വർദ്ധിച്ചു. എന്താ പറഞ്ഞു വരുന്നേ? നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന കൃപയും രക്ഷയും ഈ പാപാവസ്ഥയെക്കാളും ശ്രേഷ്ഠമായതാണ്. ആദാമിന്റെ പ്രവൃത്തി ഉളവാക്കുന്ന എല്ലാ കുറ്റബോധത്തിന്റെയും പാപബോധത്തിന്റെയും ശിക്ഷാവിധിയുടെയും മരണത്തെക്കാളും എല്ലാം ഉയർന്ന ഒരു രക്ഷ. അല്ലാതെ വെറുതെ മടക്കി തരിക മാത്രമല്ല, അതിനേക്കാളും ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുന്ന, ദൈവമക്കളാക്കി മാറ്റുന്ന,
നീതീകരണം പകർന്നു തരുന്ന ഒരു വലിയ കൃപയാണ് നമുക്ക് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ആദാമിന്റെ പ്രവൃത്തി പോലെ സമാനത ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞത് മറക്കരുത്, ആദാമിന്റെ പ്രവൃത്തിയെക്കാളും കവിഞ്ഞൊഴുകുന്ന കൃപയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ മോശയ്ക്ക് ഉടമ്പടി വന്ന പാപം പെരുകി. 21 വാക്യം ഇതിന്റെ ഉപസംഹാരത്തിന്റെ ഉപസംഹാരമാണ്. അത് മനസ്സിൽ വെക്കണം. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിനു തന്നെ പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഞാൻ മുമ്പൊരു അധ്യായത്തിൽ പറഞ്ഞതാണ്, ഈ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നിർത്തരുത്, മുമ്പ് പറഞ്ഞ ഒരു വാചകം കൂടെ ചേർത്ത് വായിക്കണം. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിനു തന്നെ പാപം പെരുകിയോടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കൃപ വർദ്ധിച്ചതിന്റെ ഉദ്ദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ കൃപ നീതീകരണത്താൽ നിത്യജീവനായി വാഴുന്നു നമ്മുടെ ജീവിതത്തിൽ. കൃപ വാഴുന്നു, അതിനു വേണ്ടിയിട്ടാണ് കൃപ പെരുകിയത്, അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? ഇവിടെ 21 വാക്യം 12 വാക്യമായിട്ട് ചേർത്ത് വായിക്കണം. 12 വാക്യത്തിൽ 3 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദാം ഉണ്ടെന്നും, ആദാം കാരണം പാപം ഉണ്ടെന്നും, പാപം കാരണം മരണം ഉണ്ടെന്നും. ഇവിടെ 21 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നോക്കിയൊക്കെ, യേശുക്രിസ്തുവിൽ കടന്നു വന്നു കഴിഞ്ഞാൽ പാപം മാറി നീതീകരണം കടന്നു വരും, മരണം മാറി ജീവൻ കടന്നു വരും. കണ്ടോ? ആ ജോഡികളെയൊക്കെ താരതമ്യം ചെയ്ത ഒരു ഉപസംഹാരമാണ്. യേശുക്രിസ്തുവിൽ കൃപ പകർന്നിരിക്കുന്നത് കൊണ്ടും കൃപ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ടും യേശുക്രിസ്തുവിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ആദാമിലുള്ള പാപവും മരണവും നീങ്ങിയിട്ട് നീതീകരണവും നിത്യജീവനും നമ്മൾ പ്രാപിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, അല്ലെ? വിശ്വാസത്താൽ ക്രിസ്തുവിലേക്ക് വന്ന് നീതിയുടെ സൗജന്യദാനം സ്വീകരിക്കുന്നവർ നിത്യജീവൻ പകരുന്ന ഈ കൃപയുടെ വാഴ്ച അനുഭവിക്കും, അല്ലെ? ആ പറഞ്ഞിരിക്കുന്ന കൃപ വാഴുമെന്ന് നമ്മുടെ ജീവിതത്തിൽ. നല്ല പ്രയോഗമല്ലേ? കൃപ വാഴും. എങ്ങനെ? നമുക്ക് നീതീകരണം നൽകും. അതുകൊണ്ട് ഇനി ശിക്ഷാവിധിയെ ഭയപ്പെടേണ്ട, അല്ലെ? ഇനി നിത്യജീവനിൽ വളരാൻ നമുക്ക്. എന്താ നിത്യജീവൻ? ദൈവത്തെ അറിയുക, അതിൽ വളർന്നുകൊണ്ടിരിക്കാം, നമ്മുടെ സംസർഗത്തിൽ വളർന്നുകൊണ്ടേയിരിക്കാം. ഇനി ഒന്നും ഭയപ്പെടാനില്ല. എത്ര അധികം നമ്മൾ ഇനി രക്ഷിക്കപ്പെടുമെന്ന കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടോ? ആ ഉറപ്പും ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ദൈവത്തെ അറിയുക, ദൈവത്തെ അറിഞ്ഞ് അവനെ രുചിച്ചറിഞ്ഞ് വളരുക, അല്ലെ? അതാണ് കൃപയുടെ വാഴ്ച. കൃപ വാഴുന്നത് നിമിത്തം എങ്ങനെ? യേശുക്രിസ്തു മുഖാന്തരം, അവന്റെ അനുസരണം നിമിത്തം, അല്ലെ? നമുക്ക് പുതുസൃഷ്ടിയുടെ ഒരു തലവനാക്കി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇനി ഈ വ്യക്തിയുടെ പ്രവൃത്തി നിമിത്തമാണ് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാപിക്കുന്നതല്ല, അല്ലെ? ആദാം പ്രവർത്തിച്ച് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ക്രിസ്തു പ്രവർത്തിച്ചത് നിമിത്തം നമുക്കെല്ലാം മടക്കി കിട്ടുക മാത്രമല്ല, അതിലും ഉന്നതമായത് നമുക്ക് ലഭിക്കുകയാണ്. ഒരു നിഷ്കളങ്കത മാത്രമല്ല, പരിപൂർണ നീതി പ്രാപിച്ച് നിത്യജീവനിൽ നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൃപയുടെ വാഴ്ച. വളരെ വേഗത്തിൽ ഇന്നത്തെ ചില ഉപദേശ സത്യങ്ങൾ വേഗത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഉപദേശ സത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ്. നമ്മൾ മൊത്തചിത്രം നോക്കുന്ന ഒരു പഠനമായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കീറി മുറിച്ച് പറയുന്നില്ല. എന്നാലും ചിലതൊക്കെ സൂചിപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല, നീതീകരണം എന്ന് പറയുന്ന ഈ വലിയ അടിസ്ഥാന വിഷയം നമ്മൾ ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതോടെ തീർന്നല്ല, മറ്റു വിഷയങ്ങൾ ഇനി നമ്മൾ മുന്നോട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഈ അടിസ്ഥാനം വേണം. ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപാട് കുഴപ്പങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ഉപദേശ സത്യം, ഈ കണക്കിടുക എന്ന് പറയുന്ന വാക്ക് നമ്മൾ 4-ാം അധ്യായത്തിൽ കണ്ടു. വീണ്ടും ഈ അധ്യായത്തിലും കയറി വരികയാണ്. നീതീകരണം എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത വചനപരമായ ഒരു പദമാണ് കണക്കിടുക, ഇംഗ്ലീഷിൽ ഇംപ്യൂട്ടേഷൻ. അത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ കണ്ടില്ലേ, ആദാമിൽ ദൈവം സകലരെയും പാപികളായി കണക്കിടുന്നത് നിമിത്തമാണ് സകലരും ജന്മനാ പാപികളാകുന്നത്, അല്ലെ? ആദാം പാപം ചെയ്തു, ലംഘനം ചെയ്തത് കൊണ്ടാണ് സകലരും പാപികളും പാപം നിമിത്തം മരണവും കടന്നു വരുന്നത്, അല്ലെ? അപ്പൊ അതെന്താ? കണക്കിടുന്നു. ദൈവം കണക്കിടുന്നു, സകലരെയും പാപികളായി കണക്കിടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജനിക്കുമ്പം നമ്മളൊരു പ്രവൃത്തിയും ചെയ്തില്ല, പക്ഷെ ജനിക്കുമ്പോഴേ പാപികൾ അങ്ങനെ ആവുന്നേ. ആദാമിന്റെ രാശിയിൽപ്പെട്ടതായതുകൊണ്ട് ദൈവം അങ്ങനെ കണക്കിടുന്നേ. അത് നിമിത്തം നമുക്കൊരു പാപപ്രകൃതത്തോടെ നമ്മൾ ജനിക്കുന്നേ. അതുകൊണ്ടാണ് പാപപ്രവർത്തികൾ ചെയ്ത് പിന്നെ നമ്മൾ പാപികളാണെന്ന് തെളിയിക്കുകയും കൂടെ ചെയ്യും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ കണക്കിടുകയാണ് ദൈവം. ആദാമിന്റെ രാശിയിൽപ്പെട്ടവർ, ഈ തലവന്റെ കീഴിൽ വരുന്നവർ, അവന്റെ അനന്തര തലമുറകളെല്ലാം ഈ പാപത്തിന്റെ അധീനതയിലെ കീഴിലാണെന്ന് ദൈവം കണക്കിട്ടിരിക്കുകയാണ്. അതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവം നീതി കണക്കിടുന്നു. അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പാപികളാകുന്നതും നമ്മൾ രക്ഷിക്കപ്പെടുന്നതിലും ഈ കണക്കിടുക എന്നുള്ള വാക്കുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെ? ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം കർത്താവിന്റെ നീതി നമ്മുടെ നീതിയായി കണക്കിടുന്നത് നിമിത്തമാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത്. അപ്പൊ രണ്ടിലും, കാതലായ വിഷയം, രണ്ടിലും നമ്മുടെ പ്രവൃത്തികളല്ല ആധാരം, അത് അനന്തര ഫലമാണ്, അല്ലെ? ഞാൻ ആദാമിൽ ജനിക്കുമ്പോൾ
ഞാൻ ജന്മന ഒരു പാവപ്രകൃതത്തോടെ ജനിച്ചിട്ട് ആ പ്രകൃതം നിമിത്തമാണ് പിന്നെ എൻ്റെ പ്രവൃത്തികൾ. അല്ലാതെ ഞാൻ പ്രവൃത്തി ചെയ്തിട്ടല്ല എനിക്ക് ആ പാവപ്രകൃതം ലഭിക്കുന്നത്. അല്ലേ? അപ്പൊ ഞാൻ പാപിയായിട്ട് ജനിച്ചത് കാരണമാണ് ഞാൻ പാപം പ്രവർത്തിക്കുന്നത്. അല്ലേ? അപ്പൊ പ്രവൃത്തി ഈ പാപിയാണെന്നുള്ള പേര് കിട്ടാനുള്ള ആധാരമല്ല, അനന്തരഫലമാണ്. അല്ലെ? അതുപോലെ തന്നെ ക്രിസ്തുവിലും ഞാൻ പ്രവർത്തിച്ചല്ല നീതിമാനാകുന്നത്, നീതിമാനായതുകൊണ്ടാണ് നീതി പ്രവർത്തികൾ ചെയ്യുന്നത്. കാരണം ഈ ഒന്നാമത്തെ വിഷയം കണക്കിടുന്ന വിഷയമാണ്. ദൈവം എന്നെ പാപിയായിട്ട് കണക്കിടുന്നു, അത് നിമിത്തം എനിക്കൊരു പാവപ്രകൃതമുണ്ട്, അത് നിമിത്തം ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പൊ പ്രവൃത്തിയല്ല എന്നെ പാപിയാണെന്ന് വിളിക്കാനുള്ളതിന്റെ ആധാരം അതിന്റെ അനന്തരഫലമാണ്. അല്ലെ? പാപി എന്നൊക്കെ പറയുമ്പോൾ ജന്മന ഉള്ള പാപത്തെ കുറിച്ചായി പറയുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങളാരും പാപം പ്രവർത്തിക്കുന്നില്ലെന്നൊന്നും ആരും ചിന്തിക്കരുത്. നമ്മൾ ജന്മനാ പാപികളാണെന്ന് വചനം പറയുമ്പോൾ ആ പാപി എന്നുള്ള പേര് നമ്മുടെ മേൽ വരാനുള്ള കാരണം എൻ്റെ പ്രവൃത്തിയല്ല, അത് ഞാൻ ആദാമിലായതുകൊണ്ട് ദൈവം അങ്ങനെ എന്നെ കണക്കിടുന്നതാണ്. ദൈവമായിട്ടുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്. അല്ലെ? അപ്പോ പ്രവൃത്തിയല്ല ആധാരം, പ്രവൃത്തി അനന്തരഫലമാണ്. പക്ഷെ നീതീകരണത്തിലും അങ്ങനെ, രക്ഷയിലും അങ്ങനെയാണ്. രക്ഷിക്കപ്പെടുന്നത് പ്രവൃത്തിയാലല്ല, പക്ഷെ രക്ഷിക്കപ്പെട്ടവൻ നീതി പ്രവർത്തിക്കും. കണ്ടോ? രണ്ടിലും ദൈവം നമ്മുടെ തലവന്റെ പ്രവൃത്തി നിമിത്തം കണക്കിട്ടിട്ട് അതിന്റെ അനന്തരഫലമായിട്ടാണ് നമ്മുടെ പ്രവൃത്തികൾ പിന്നീട് വരുന്നത്. അത് നമ്മൾ ആദാമിൽ പാപിയാകുന്നതായാലും യേശുക്രിസ്തുവിൽ നീതിമാനാകുന്ന രണ്ട് വിഷയം എടുത്താലും സമാനതകൾ നമുക്ക് കാണുവാൻ കഴിയും. അല്ലെ? ശരി, മുന്നോട്ട് നീങ്ങട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ 1-ാം അധ്യായം മുതൽ പഠിച്ചുകൊണ്ട് വരികയാണ്. എന്താണ് സുവിശേഷം? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, കാരണം അത് ദൈവശക്തിയാകുന്നു, രക്ഷിക്കപ്പെടുത്താനുള്ള ദൈവശക്തിയാകുന്നു. കാരണം അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു. അപ്പൊ എന്താണ് ഈ ദൈവത്തിന്റെ നീതി എന്ന് നമ്മൾ പഠിച്ചു തുടങ്ങിയായിരുന്നു. അന്നേ സൂചിപ്പിച്ചായിരുന്നു. ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ സ്വന്തം നീതിയല്ല, ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതയല്ല, ഗുണമായിട്ട് പറയുകയല്ല. ദൈവം ഫിലിപ്പി ലേഖനത്തിലൊക്കെ പൗലോസ് പറയുന്ന പോലെ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു നീതി. അല്ലെ? പിന്നീട് നമ്മൾ റോമർ 4 കണ്ടു, നീതി ദൈവം കണക്കിടുകയാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ ഒരു കണക്കിടുന്ന ഒരു നീതിയാണ്. അപ്പൊ ദൈവം ഇത് കണക്കിടുന്നതാണ്, കൊടുക്കുന്ന ഒരു നീതിയാണ്. ഇന്നത്തെ വേദഭാഗത്തിലാണ് അതിന്റെ കൂടുതൽ സത്യം നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് 19-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പോ രണ്ടാമത്തെ ഉപദേശ സത്യം, ക്രിസ്തുവിന്റെ അനുസരണമാണ് ദൈവം വിശ്വാസികൾക്ക് നീതീകരണത്തിലൂടെ ദാനമായി നൽകുന്ന പരിപൂർണതയുള്ള നീതി. അല്ലെ? അല്ലാതെ ദൈവം എവിടുന്നോ കൊണ്ടുവരുന്ന നീതിയല്ല, ദൈവം കടമായി കൊടുക്കുന്ന നീതി. എവിടുന്നോ ഈ നീതി? ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് ഓരോ നിമിഷവും അനുനിമിഷം പ്രവർത്തിച്ച ഒരു നീതിയുണ്ട്. അനുസരണത്തിൽ അവൻ ജീവിച്ചു, പരിപൂർണമായിട്ട് ജീവിച്ചു. അവൻ പാപം ചെയ്യാത്തവനായിരുന്നു. അല്ലെ? ആ നീതി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ അനുസരണം അത് നമ്മളെ നീതിമാന്മാരാക്കുമെന്ന്. അല്ലെ? അപ്പോ ക്രിസ്തുവിന്റെ അനുസരണമാണ് ദൈവം വിശ്വാസികൾക്ക് നീതീകരണത്തിലൂടെ ദാനമായി നൽകുന്ന പരിപൂർണതയുള്ള നീതി. യെശയ്യാവ് 61 പറഞ്ഞിരിക്കുന്ന വാചകം കടമെടുത്തുകൊണ്ട് ഞാൻ ഒരല്പം കാവ്യാത്മക ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ രക്ഷാവസ്ത്രമായ നീതി എന്ന അങ്കി കർത്താവായ യേശു അവന്റെ തികവുള്ള അനുസരണത്തിന്റെ നൂലുകൊണ്ട് തന്നെയാണ് നെയ്തത്. അല്ലെ? നമുക്ക് കടമായിട്ട് ഒരു അങ്കി തരികയാണ്, നീതിമാൻ എന്നുള്ള അങ്കി. നമ്മുടെ പാപത്തെ എല്ലാം മറച്ച്, നമ്മുടെ എല്ലാ അനീതിയെ മറച്ച് നമുക്ക് പുറമെ ഒരു രക്ഷാവസ്ത്രം തരികയാണ്. പക്ഷെ ആ വസ്ത്രം എങ്ങനെ ഉണ്ടായത്? യേശു ക്രിസ്തു വന്ന് അനുസരിച്ചു. ആ അനുസരണം എന്ന നൂലുകൊണ്ട് അവൻ നെയ്തെടുത്തതാണ് ഈ രക്ഷാവസ്ത്രം, നമുക്ക് ദാനമായി നൽകുന്ന നീതി എന്ന അങ്കി. അല്ലെ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഓരോ നിമിഷവും കർത്താവ് ജീവിച്ചപ്പോൾ നമ്മളെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം ആയാലും ഒരു 5 മിനിറ്റ് അനുസരണക്കേട് കാണിക്കാം, കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യാം എന്ന് പറഞ്ഞ് കർത്താവ് പോയിരുന്നെങ്കിൽ തീർന്നു. അപ്പൊ ഓരോ പ്രാവശ്യവും പ്രലോഭനവുമായിട്ട് പൈശാചികം വന്നപ്പോൾ കർത്താവ് എന്തുകൊണ്ടാണ് അനുസരിച്ചേ? പിതാവിനെ പ്രസാദിപ്പിക്കണം. രണ്ടാമത് ഈ പറയുന്ന എനിക്ക് നീതി ലഭിക്കണം, ഞാൻ നീതീകരണം പ്രാപിച്ച് രക്ഷിക്കപ്പെടണം. അപ്പൊ കണ്ടോ, കർത്താവ് ക്രൂശി മാത്രമല്ല നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചത്, തൻ്റെ ജീവിതം ഒന്നടങ്കം ജനിച്ച നാൾ മുതൽ മരിച്ച ദിവസം വരെയും കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് രക്ഷ കൊടുക്കണം, ഇവർക്ക് നീതി കൊടുക്കണം, നീതി പരിപൂർണ്ണ അനുസരണം, എല്ലാ കൽപ്പനകളും അനുസരിച്ച് ഒരു പരിപൂർണ്ണ നീതി കടമായിട്ട് ഇവർക്ക് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അനുസരിച്ചേ മതിയാവുള്ളൂ. തൻ്റെ ജീവിതം ഒന്നടങ്കം ഒരു അനുസരണ ജീവിതമായിരുന്നു. കാരണം അതാണ് നമ്മളെ നീതിമാന്മാരാക്കുന്നത്. അതാണ് കടമായിട്ട് ദൈവം കണക്കിടുന്ന നീതി. ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. കർത്താവിന്റെ നീതി നമ്മുടെ നീതിയായി ദൈവം കണക്കിടുന്നു. അപ്പോ ഓരോ നിമിഷവും കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഓർത്ത് അനുസരണത്തിൽ ജീവിച്ചു. ആ അനുസരണത്തിന്റെ അതിന്റെ പാരമ്യം എന്ന് പറയുന്നതാണ് ക്രൂശിലെ മരണം. അവൻ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചു എന്ന് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് അവിടെ അല്ല അനുസരണം ആരംഭിച്ചത്,
അത് ആ അനുസരണത്തിന്റെ കൊടുമുടിയാണത്. അല്ലെ, അതിന്റെ ക്ലൈമാക്സ് ആണെന്ന് പറയാം നമുക്ക്. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി അനുസരിച്ച് എല്ലാ പ്രലോഭനങ്ങളെയും അവൻ ജയിച്ചു. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. അല്ലെ, നമ്മൾ പ്രലോഭനങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ഇതുപോലെ ജയിക്കുന്നുണ്ടോ? അല്ലെ. മൂന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞു, കർത്താവിന്റെ പ്രവൃത്തിയും ആദാമിന്റെ പ്രവൃത്തിയും സാർവത്രികമാണ്, സകല മനുഷ്യരെയും ബാധിക്കുന്നതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ 18-ാം വാക്യത്തിൽ കണ്ട കാര്യമാണ് സകല മനുഷ്യർക്കും, അല്ലെ, അത് 2 പ്രാവശ്യം അവിടെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതിന്റെ അർത്ഥം ആദാമിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ മനുഷ്യരും ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുമെന്നല്ല. അങ്ങനെ ഒരു സാർവത്രിക രക്ഷയൊന്നും ബൈബിളിൽ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ പ്രവൃത്തിയുടെ സ്വാധീനം സാർവത്രികമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എല്ലാ വ്യക്തികളും ആദാമിൽ നഷ്ടപ്പെട്ടു എല്ലാവരും രക്ഷിക്കപ്പെടുമെന്നല്ല. അങ്ങനെ ഒരു ദുരുപദേശം ലോകമെമ്പാടുമുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് പ്രാവശ്യം സഭ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിൽ ഇതൊക്കെ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെട്ടോളും, കാരണം ആദാമിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാത്തിനെയും ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടും എന്നൊരു ചിന്തയുണ്ട്. അല്ല, ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ആദാമിലുള്ള സകലരും, അതായത് എല്ലാ മനുഷ്യരും ആദാമിന്റെ പ്രവൃത്തിയാൽ ബാധിതരാണ്. അതുപോലെ ക്രിസ്തുവിലുള്ള സകലരും, അതാരാണ്? സകല മനുഷ്യരും അല്ല. ക്രിസ്തുവിലുള്ള സകലരും എന്ന് പറയുമ്പോൾ എല്ലാ വിശ്വാസികളും ക്രിസ്തുവിന്റെ പ്രവൃത്തിയാൽ ബാധിതരാണ്. അപ്പൊ ആദാമിലുള്ള സകലരും, ക്രിസ്തുവിലുള്ള സകലരും, ആദാമിലുള്ള സകലർ എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും വരും. ക്രിസ്തുവിലുള്ള സകലർ എന്ന് പറഞ്ഞാൽ സകല വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ തലവന്റെ പ്രവൃത്തിയുടെ സ്വാധീനം കടന്നു വരും. ഇത് മനസ്സിലാക്കാൻ 17-ാം വാക്യം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. 17-ാം വാക്യത്തിൽ താരതമ്യം ചെയ്ത് പറയുമ്പോൾ അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന വാക്ക് വളരെ പ്രത്യേകതയുള്ളതാണ്. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. കണ്ടോ? അപ്പൊ അതെല്ലാവരും ഇല്ല. സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പൊ അത് ലഭിക്കണം. ലഭിക്കുക എന്നുള്ള ആ വാക്ക് അവിടെ റിസീവ്ഡ് എന്നാണ്. ദോസ് ഹു റിസീവ്, സ്വീകരിക്കുന്ന, രക്ഷ വിശ്വാസത്തിലൂടെ പ്രാപിക്കുന്നവർ അല്ലെങ്കിൽ സ്വീകരിക്കുന്നവർ എന്നൊരർത്ഥമാണ് അവിടെ. അല്ലാതെ ആദാമിലുള്ള എല്ലാവരും ക്രിസ്തുവിലുണ്ടെന്നല്ല. അതുകൊണ്ട് സാർവത്രിക പ്രവൃത്തി എന്നതുകൊണ്ട് സാർവത്രിക രക്ഷ എന്ന് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ശരി, പ്രായോഗിക വിലയിരുത്തൽ പറഞ്ഞ് ഞാൻ ഈ പഠനം അവസാനിപ്പിക്കട്ടെ. ഒന്നാമതായിട്ട് നമ്മളിവിടെ 2 തലവന്മാരെ കണ്ടു, അല്ലെ. മനുഷ്യരാശിയെ ഒന്നടങ്കം ഒന്നുകിൽ ആദാമിലോ അല്ലെങ്കിൽ ക്രിസ്തുവിലോ ആയി നമുക്ക് വിഭജിക്കാം. മൂന്നാമതൊരു കൂട്ടരില്ല, ഞങ്ങൾ ആദാമിലും അല്ല ക്രിസ്തുവിലും അല്ല എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ മൂന്നാമതൊരു ഗ്രൂപ്പില്ല. അപ്പൊ ഇവിടുത്തെ ചോദ്യം, പ്രായോഗിക തലത്തിലെ ചോദ്യം, നിങ്ങൾ എവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾ ആദാമിലാണോ അതോ ക്രിസ്തുവിലാണോ? അയ്യോ അറിഞ്ഞൂടെ, മൂന്നാമതൊരാളില്ല. നിങ്ങൾ ആദാമിലാണെങ്കിൽ ക്രിസ്തുവിലല്ല, ക്രിസ്തുവിലാണെങ്കിൽ ആദാമിലല്ല. അല്ലെ, ഇവർ തമ്മിൽ ചേർന്ന് പോകത്തില്ല. ആ രീതി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദാമി മാത്രമാണെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായിട്ടില്ല, ക്രിസ്തുവിലായെന്ന് പറഞ്ഞാൽ ആദാമിന്റെ കീഴിലല്ല. ആദാമിന്റെ ശിക്ഷാവിധിയും അതൊന്നും മരണമൊന്നും നമുക്കിനിയില്ല. നമ്മൾ അതിൽ നിന്നെല്ലാം രക്ഷിക്കപ്പെട്ടു, അല്ലെ. അപ്പൊ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ ആരുടെ കീഴിലാണ്? രണ്ട് മനുഷ്യരേ ഉള്ളൂ, 2 തലവന്മാരേ ഉള്ളൂ, 2 സൃഷ്ടിയേ ഉള്ളൂ, പഴയ സൃഷ്ടിയും പുതിയ സൃഷ്ടിയും. ഇതിനിടയിൽ ഏത് സൃഷ്ടിയാ നമ്മൾ? ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എല്ലാ ഹൃദയങ്ങളും വിവേചിക്കണം, ശോധന ചെയ്യണം. ഞാൻ എവിടാ? ഞാൻ ആദാമിന്റെ കീഴിലാണോ അതോ ഞാൻ ക്രിസ്തുവിന്റെ കീഴിലാണോ? അല്ലെ, രക്ഷിക്കപ്പെട്ടതാണോ അല്ലേന്ന് വളരെ വ്യക്തമായ ബോധ്യം എല്ലാവർക്കും വേണം. അല്ലാതെ ഞങ്ങൾ സഭയിലൊക്കെ പോകാറുണ്ട്, രക്ഷിക്കപ്പെട്ടാന്ന് തോന്നുന്നു, അങ്ങനത്തെ അനുമാനങ്ങൾ പാടില്ല. ഗസ്സല്ല ചെയ്യേണ്ടത്, ഉറപ്പിക്കണം. ആദാമിലാണോ അതോ ക്രിസ്തുവിലായോ? ചോദിക്കേണ്ട ചോദ്യമാണ്. രണ്ടാമതായിട്ട് ഇവിടെ നമ്മൾ കണ്ടോ, ആദാം ഒരു ഒറ്റ അനുസരണക്കേട് കാണിച്ച നിമിത്തം എന്തോ പറ്റി? മൊത്തം മനുഷ്യരാശി തകർന്നു പോയി. ഈ ലോക ചരിത്രം മുഴുവൻ സംഭവിച്ചതിലെ എത്ര പാപം, കോടാനുകോടി പാപങ്ങളും, ഇത്രയും ജനങ്ങൾ, കോടാനുകോടി ജനങ്ങളും പാപത്തിന്റെ അധീനതയിലും മരണത്തിലും ഈ വിധിയുടെ കീഴിലുമെല്ലാം കാരണമായത് ഒരൊറ്റ അനുസരണക്കേട്, അല്ലെ. അവിടെ നിന്ന് ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ആദാമിന്റെ ഏകലംഘനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഒരു പാപപ്രവൃത്തി പോലും വളരെ വില കൊടുക്കേണ്ട അനന്തരഫലം ഉളവാക്കുന്നു, അല്ലെ. ഇത് ഒരു പ്രാവശ്യത്തെ ഒരു പാപമില്ല, അങ്ങ് ചെയ്ത് കളയാന്ന് പറഞ്ഞ് ചിലരൊക്കെ പാപത്തെ തുച്ഛീകരിക്കും. അങ്ങനെ തുച്ഛീകരിക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് ആദാമിന്റെ പോലത്തെ അനന്തരഫലങ്ങൾ നമ്മൾ മനുഷ്യരാശിയുടെ തലവനൊന്നുമല്ല, എങ്കിലും എന്തോ അനന്തരഫലങ്ങളൊക്കെ പാവപ്രവൃത്തികൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഏത് പാവപ്രവൃത്തിയും, അത് ഇപ്രാവശ്യത്തേക്ക് മാത്രം ഒന്ന് പോട്ടെന്ന് പറഞ്ഞ് നമുക്ക് പോട്ടെന്ന് വെക്കാൻ പറ്റത്തില്ല. ഏത് പാവപ്രവൃത്തിയും എടുത്തു, അത് ചെറിയ പാപം വലിയ പാപം എന്നൊന്നുമില്ല, അതിനൊരു അനന്തരഫലമുണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു അനന്തരഫലമുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട പാഠം, പാപം നിങ്ങൾക്ക് ഗൗരവമുള്ള വിഷയമാണോ? ഒരു പ്രാവശ്യത്തേക്കല്ലേ പോട്ടേന്ന് വെക്കാമെന്നുള്ള ഒരു മനോഭാവം നമുക്ക് ചേർന്നതല്ല. ആദാമിനെ ഓർത്താൽ മതി. മൂന്നാമതായിട്ട് നമ്മളിവിടെ കണ്ടു, ക്രിസ്തുവിൽ ദൈവം എത്ര അധികം, അല്ലെ, സമൃദ്ധമായ കൃപ നൽകുന്നു. പാപം പെരുകിയിടത്തെ കൃപ അത്യന്തം വർദ്ധിച്ചു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന
മൂലഭാഷയിലെ പദം അതാണ്. അത്യന്തം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ സമൃദ്ധമായിട്ട് വർദ്ധിച്ചു. സൂപ്പർ അബൗണ്ടിങ് ഗ്രേസ്, അല്ലെ? അപ്പൊ സമൃദ്ധമായ കൃപ, മനുഷ്യരാശിക്ക് ആവശ്യമായതും അതിന് കൂടുതലും കൃപ ദൈവം ക്രിസ്തുവിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി നശിച്ചു പോകുന്നെങ്കിൽ അതിന് കാരണക്കാരൻ ആദാമിനെ ഒന്നും പറയാം, ആദാം കാരണം ഞാൻ നശിച്ചു എന്ന് പറയാൻ. കാരണം ആദാം നിമിത്തം ഒരു ശിക്ഷാവിധി നമ്മുടെ മേലുണ്ടേലും അതിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിക്കുവാനുള്ള എല്ലാ വ്യവസ്ഥയും ദൈവം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിൽ. അപ്പൊ ഇനി നിങ്ങൾ നശിച്ചു പോവുകയാണെങ്കിൽ ആദാമിനെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ട കൃപ നിങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ, ഇപ്പൊ നമ്മൾ 17 വാക്യത്തിൽ കണ്ടല്ലോ, സ്വീകരിക്കുന്നവരാണ് ജീവനിൽ വാഴുന്നത്. അപ്പൊ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇനി നാശത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട് നാശത്തിലേക്ക് പോകുന്നു? അത് ആദാം നിമിത്തം ഒന്നും പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവിലൂടെ സമൃദ്ധമായ കൃപ ദൈവം അരുളി ചെയ്യുന്ന ഇന്നാളുകളിൽ നിങ്ങൾ നാശത്തിൽ പോകുന്നെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾക്ക് നൽകപ്പെടുന്ന, ദൈവം കൈനീട്ടി നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന കൃപയെ നിങ്ങൾ നിരസിക്കുന്നു, നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ സ്വീകാര്യതയ്ക്ക് വളരെ കാര്യമായ ഒരു പ്രസക്തിയുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? കൃപ സ്വീകരിച്ചിട്ടുണ്ടോ? ഇതിനെ നാളേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയാണോ? അത് പാടില്ല, അത് പാടില്ല. ഇത്രയും വലിയൊരു ദാനവുമായിട്ട് സർവ്വസൃഷ്ടികളുടെയും രാജാവായ ദൈവം നമ്മുടെ അടുക്ക് വരുമ്പം പോയിട്ട് നാളെ വാന്ന് പറയാൻ ദൈവത്തെ തുച്ഛീകരിക്കുവാൻ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? മൂന്നാമത്തെ പ്രായോഗിക ശോധനയ്ക്ക് പറ്റിയ ചോദ്യം. അവസാനമായിട്ട് നമ്മൾ അവസാന വാക്യത്തിൽ കണ്ടു, ആദാമിൽ ഉറപ്പായിട്ടും മരണം വാഴുന്നത് പോലെ ക്രിസ്തുവിൽ വിശ്വാസികൾ എത്ര അധികമായി മരണത്തിന്റെ മേൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ ജീവനിൽ വാഴുമെന്ന് ഒരു സത്യം നമ്മൾ കണ്ടു, അല്ലെ? ആ ഉറപ്പും പ്രത്യാശയും നിങ്ങൾക്കുണ്ടോ? ആദാമിൽ ഉറപ്പായിട്ടും സകല മനുഷ്യരും മരിക്കുന്നു എന്ന് പറയുന്ന അതേ ഉറപ്പോടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ യേശു ക്രിസ്തുവിൽ കടന്നു വന്ന സകല വിശ്വാസികളും ഉയർത്തെഴുന്നേറ്റ് മരണത്തിന്റെ മേൽ ജയാളികളാകും? ആ പ്രത്യാശയും ഉറപ്പ് എനിക്കുമുണ്ട്, അല്ലെ? കർത്താവിന്റെ രണ്ടാം വരവിൽ ഞാൻ കാത്തിരിക്കുന്നത് കൃപയാണ്, അല്ല വേറൊന്നുമല്ല, അല്ലെ? പത്രോസിന്റെ ലേഖനത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് കർത്താവിന്റെ രണ്ടാം വരവിൽ കടന്നു വരുവാനിരിക്കുന്ന കൃപയിൽ തന്നെ നിങ്ങളുടെ പ്രത്യാശ വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പ്രവൃത്തിക്കായിട്ട് സജ്ജമാക്കുകയാണ്. അപ്പോൾ നമ്മൾ കർത്താവിന്റെ രണ്ടാം വരവും ഒക്കെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരേണ്ടത് പ്രത്യാശയാണ്. ഞാൻ എന്താ ഉയർത്തെഴുന്നേക്കാൻ പോകുന്നു, ഞാൻ രൂപാന്തരം പ്രാപിക്കാൻ പോകുന്നു, ഞാൻ എൻ്റെ കർത്താവിനാൽ എടുക്കപ്പെടാൻ പോകുന്നു, ഞാൻ കർത്താവിനോട് കൂടെ വാഴാൻ പോകുന്നു. അങ്ങനൊരു ഉറപ്പും പ്രത്യാശയും ഈ വിശ്വസിച്ചു എന്ന് പറയുന്നവർക്ക്, മൂന്നാമത്തെ പ്രായോഗിക വിലയിരുത്തൽ നിങ്ങൾ വിശ്വസിച്ചോ എന്നാ ചോദിച്ചു. ഈ വിശ്വസിച്ചു എന്ന് പറയുന്നവർക്ക് ഈ ഉറപ്പും ധൈര്യവും ഒക്കെ ഉണ്ടോ? അത് വേണം. അതുണ്ടെങ്കിലേ ഇനി അടുത്ത ആഴ്ച മുതൽ കാണുന്ന വിശുദ്ധീകരണത്തിൽ കാര്യമായ വളർച്ച പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. അനിശ്ചിതാവസ്ഥയും വെച്ചുകൊണ്ട് വിശുദ്ധീകരണത്തിൽ ഒരിക്കലും വളരാൻ പറ്റത്തില്ല. അത് ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം. അടുത്ത അധ്യായം മുതൽ കൂടുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. എങ്കിലും രക്ഷയുടെ ഉറപ്പും സന്തോഷവും കൊണ്ടേ നമുക്ക് വിശുദ്ധീകരണത്തിൽ വളരുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ വിശ്വസിക്കണം, ആദാമിൽ മരണം വാഴുന്നത് പോലെ ക്രിസ്തുവിൽ കടന്നു വന്ന വിശ്വാസികൾ എത്ര അധികമായി മരണത്തിന്റെ മേൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ അവർ നിത്യജീവനിൽ വാഴും. നിങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാവശ്യത്തെ മനപ്പാഠവാക്യം റോമർ 5:19 തന്നെയാണ്. ആദാം എന്ന ഏകമനുഷ്യന്റെ അനുസരണക്കേടിലൂടെ അനേകർ പാപികളായി തീർന്നതുപോലെ ക്രിസ്തു എന്ന ഏകമനുഷ്യന്റെ അനുസരണത്തിലൂടെ അനേകർ നീതിമാന്മാരായി കണക്കിടപ്പെടുന്നു. ആമേൻ. അതാണ് നമ്മളെ ഇപ്രാവശ്യത്തെ മനപ്പാഠവാക്യം. ഈ കേട്ട വചനം നിങ്ങൾക്ക് ഏവർക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ, കൂടുതൽ ധ്യാനിക്കുവാൻ ഒരു സഹായമായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ഈ കേട്ട വചനത്തോട് പ്രതികരിക്കാം.